മഹത്വം ഇന്ന് നമ്മൾ അല്പസമയം ദൈവവചനം നമ്മൾ ചിന്തയ്ക്കായി എടുക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് എത്ര ബുദ്ധിമുട്ട് വന്നാലും, എത്ര പ്രതിസന്ധി വന്നാലും, എത്ര കഷ്ടപ്പാടിൻ്റെ സമയങ്ങൾ വന്നിരുന്നാലും ഹല്ലേലൂയ, അതിനകത്തൊന്നും പതറിപ്പോകല്ലേ. പിടിച്ചു നിൽക്കാനായിട്ടുള്ള കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം നമ്മൾ നോക്കിയാൽ യേശു ഭൂമിയിൽ വന്നത് നമ്മളെ എങ്ങനെ ജീവിക്കണം എന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. 2, ഞാൻ എപ്പോഴും ഓർക്കും, യേശു ഭൂമിയിൽ വന്ന് ജീവിച്ച് കാണിച്ചത് നമ്മളെ പ്രോത്സാഹിപ്പിക്കാനാണ്. സ്തോത്രം. നമ്മൾ ക്ഷീണിച്ചു പോകുമ്പം, തളർന്നു പോകുമ്പം നമ്മുടെ ഏറ്റവും ഐഡിയൽ റോൾ മോഡൽ യേശു കർത്താവാണ്. നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ ചോദിച്ചാൽ കുഞ്ഞുങ്ങൾ പറയും, കുഞ്ഞുങ്ങളോട് നമ്മൾ ചോദിക്കുക ആരെപ്പോലെ ആകണം എന്ന് ചോദിച്ചാൽ ഉടനെ എടുത്ത വായിലെ അവർ പറയും, എനിക്ക് അപ്പായെ പോലെ ആകണം, അല്ലെങ്കിൽ എനിക്ക് മമ്മിയെ പോലെ ആകണം എന്ന് പറയും അല്ലേ. അവരാരെയാണോ ഏറ്റവും അധികം ആരാധിക്കുന്നത് ആ വ്യക്തിയെ പോലെ ആകണം എന്ന് പറയും. ചിലവരോട് ചോദിച്ചാൽ അവർ പറയും, എൻ്റെ മക്കളെ എനിക്ക് സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെ ആക്കണം, അല്ലെങ്കിൽ എൻ്റെ മക്കളെ എനിക്ക് ഇന്ന വ്യക്തിയെ പോലെ ആക്കണം എന്ന് പറയും. സ്തോത്രം. പക്ഷേ ഇന്ന് ഭൂമിയിൽ നമുക്കായി തീരാൻ പറ്റുന്നതും നമ്മുടെ മക്കളെ ആക്കി തീർക്കാൻ പറ്റുന്നതും സകലതും യേശുവിനെ പോലെ ആയിത്തീരുവാനാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ഓരോ വിഷയങ്ങൾ നമ്മൾ നോക്കുമ്പോഴും, ഓരോ പ്രതിസന്ധി നോക്കുമ്പോഴും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്, നമ്മളെ എൻകറേജ് ചെയ്യുന്നത്, നമ്മളെ മുന്നോട്ട് നിർബന്ധിക്കുന്നത് യേശുവ. ഹല്ലേലൂയ. യേശുവിന് അത് ചെയ്യാൻ പറ്റിയെങ്കിൽ എനിക്കും അത് ചെയ്യാൻ പറ്റും. യേശുവിന് അത് തരണം ചെയ്യാൻ പറ്റിയെങ്കിൽ എനിക്കും അത് തരണം ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. യേശുവിനെ പോലെ ഒരു റോൾ മോഡൽ വേറെ ആരുമില്ല. യേശു കർത്താവിനെ കുറിച്ച് പറയുന്നത് ചാമ്പ്യൻ ആൻഡ് ദി ഇനീഷ്യേറ്റർ ഓഫ് ദ ഫെയ്ത്ത്. ഹല്ലേലൂയ. എനിക്കത് മലയാളത്തിൽ എനിക്ക് പറയാനറിയില്ല, പക്ഷേ യേശുവിനെ ചാമ്പ്യൻ എന്നും ഇനീഷ്യേറ്റർ എന്നുമാണ് പറയുന്നത്. ഹെബ്രായരുടെ ലേഖനത്തിനകത്ത് ആ വാക്യം കിടപ്പുണ്ട്. ഹെബ്രായരുടെ ലേഖനം 12-ാം അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് നമ്പർ 2. ഹല്ലേലൂയ. ഹെബ്രായരുടെ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. അതിനകത്ത് ജീസസ് ഇസ് ദ ചാമ്പ്യൻ ആൻഡ് ദ ഇനീഷ്യേറ്റർ ഓഫ് ദ ഫെയ്ത്ത്. അപ്പം നമുക്ക് നോക്കി പഠിക്കണമെങ്കിൽ, നമുക്ക് നോക്കി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ യേശുവിനെ നോക്കിയാൽ മതി. യേശുവിനെ നോക്കി നമ്മൾ പഠിക്കുമ്പോൾ, സ്തോത്രം, നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ജീവിതം ഏറ്റവും ഫുൾഫില്ലിംഗ് ആകും, സക്സസ്ഫുൾ ആകും. വാക്യം നോക്കാം. ഹെബ്രായരുടെ ലേഖനം 12:2, ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് നമ്പർ 2. We do this by keeping our eyes on Jesus, the champion who initiates and perfects our faith. Because of the joy awaiting him, he endured the cross, disregarding its shame. എന്ന് വായിച്ചു. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുക്രിസ്തുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. മതി. അപ്പം കർത്താവിനെ കുറിച്ച് പറയുന്നു, അവൻ വിശ്വാസത്തിൻ്റെ നായകനും സകലതും പൂർത്തി വരുത്തുന്നവനും അല്ലേ. ദ ചാമ്പ്യൻ ആൻഡ് ദ ഇനീഷ്യേറ്റർ ഓഫ് ദ ഫെയ്ത്ത്. ഹല്ലേലൂയ. ദ ചാമ്പ്യൻ ഹു ഇനീഷ്യേറ്റ്സ് ആൻഡ് പെർഫെക്ട്സ് അവർ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉത്ഭവിപ്പിക്കുന്നവനും അതിനെ പൂർത്തിയാക്കുന്നവനും. ഓ വണ്ടർഫുൾ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ആരെങ്കിലും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ? അവർ വിശ്വാസത്തിൽ വരണം, അല്ലെങ്കിൽ കർത്താവ് അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. കർത്താവിൻ്റെ വചനം പറയുന്നു, നമ്മളുടെ നോട്ടം ക്രിസ്തുവിൻ്റെ മേൽ വെക്ക്. ക്രിസ്തുവാണ് ഹല്ലേലൂയ വിശ്വാസം ആരംഭിക്കുന്നവനും ആ വിശ്വാസത്തിനെ പൂർത്തീകരിക്കുന്നവനും. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അകത്ത് വിശ്വാസം ഉത്ഭവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസത്തിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാനായിട്ട് കർത്താവിന് ഉത്തരവാദിത്തമുണ്ട്. യേശു അത് ചെയ്തോളും. ഇന്ന് നമ്മൾ ഓടുന്ന വഴിയിലൊക്കെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഓടുന്ന പാതയിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ തളർന്നു പോകുമെന്ന് ഭയപ്പെടുന്നുണ്ടോ? ജോലി ഭാരമായിരിക്കാം, ജീവിതത്തിനകത്തെ പ്രതിസന്ധികളായിരിക്കാം, പല കാര്യത്തിനകത്തും അവിടെ ചിലപ്പം ചിലവർ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എനിക്ക് കർത്താവ് വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ഒറ്റയ്ക്കായിരിക്കും വിശ്വാസത്തിൽ ഇറങ്ങിയ പല കാര്യങ്ങൾ കാണും. കർത്താവിൻ്റെ വചനത്തിൽ ധൈര്യം കൊള്ളണം. ഹല്ലേലൂയ. എത്ര പ്രതിസന്ധി എവിടെ കിടന്നാലും
ഏത് കഷ്ടത വന്നാലും എന്ത് ചുറ്റിനും കിടന്നാലും ഹല്ലേലൂയ എൻ്റെ കർത്താവിന് വിശ്വാസം കാത്തുകൊള്ളാനായിട്ട് സാധിച്ചു. എൻ്റെ കർത്താവിന് പ്രതിസന്ധിക്കകത്തൂടെ വിശ്വാസം കാത്തു സൂക്ഷിച്ച് അതിനെ ആ വിശ്വാസത്തിൽ ഓടാൻ സാധിച്ചെങ്കിൽ ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. നമ്മുടെ കണ്ണ് യേശുവിലേക്ക് വെച്ചാൽ മതി. അതാണ് ആ കർത്താവിൻ്റെ ആ വചനം 2-ാം വാക്യം ഹീബ്രൂസ് 12:2 ഹെബ്രായർ 12:2 പറയുന്നത് നമ്മുടെ കണ്ണ് ക്രിസ്തുവിലേക്ക് വെക്കാൻ. വി ഡു ദിസ് ബൈ കീപ്പിംഗ് അവർ ഐസ് ഓൺ ജീസസ്. അല്ല, എന്നിട്ടാണ് പറയുന്നത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ വെക്കുക. കീപ് യുവർ ഐസ് ഓൺ ജീസസ് ഹൂ ഇസ് ദി ഇനിഷ്യേറ്റർ ആൻഡ് ദ പെർഫെക്റ്റർ ഓഫ് ദ ഫെയ്ത്ത്. ഹല്ലേലൂയ. അപ്പം യേശു കർത്താവിൽ നമ്മുടെ ദൃഷ്ടി വെച്ചാൽ, നമ്മുടെ നോട്ടം വെച്ചാൽ നമ്മളെ ഒന്നും വിഴുങ്ങിക്കളയത്തില്ല, വീണു പോകത്തില്ല. വലിയ പ്രതിസന്ധിക്കകത്തായിരിക്കും. നാളെ എങ്ങനെ ചില വിഷയങ്ങൾ നടക്കും, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് എങ്ങനെ എവിടുന്നു എന്ന് ചിലപ്പം ആ പൈസ ഉണ്ടാകും, അല്ലെങ്കിൽ ആ ജോലി നടക്കും, അല്ലെങ്കിൽ ആ വീട് പൂർത്തിയാക്കും, പല വിഷയങ്ങൾ കാണും. പക്ഷെ ക്രിസ്തുവിലേക്കൊന്ന് കണ്ണ് വെക്കാമോ? തിരുവചനത്തിനകത്ത് പറയുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഞാൻ ഉയർത്തിയിരിക്കുന്നു, എൻ്റെ രക്ഷ എവിടുന്നു എന്ന് വരും എന്ന് പറഞ്ഞു. അത് പഴയ നിയമത്തിലായിരുന്നു. പഴയ നിയമത്തിൽ അവർ മിശിഹായെ കണ്ടിട്ടില്ലായിരുന്നു. പഴയ നിയമത്തിൽ മിശിഹ വന്നില്ല. അത് കാരണം സങ്കീർത്തനക്കാരൻ എഴുതി ചോദിച്ചു, എൻ്റെ കണ്ണ് ഞാൻ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ രക്ഷ എവിടുന്നു എന്ന് വരും എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് നമുക്കറിയാം നമ്മുടെ രക്ഷ യേശു കർത്താവിനകത്ത്. ഇന്ന് മനുഷ്യരിൽ ആശ്രയിച്ചാൽ ഒന്നും കിട്ടത്തില്ല, സാഹചര്യങ്ങളിൽ ആശ്രയിച്ചാൽ ഒന്നും കിട്ടത്തില്ല. ആരും നമ്മളെ പൊക്കത്തില്ല, ആരും ഉയർത്തത്തില്ല. പൊക്കുന്നവർ പൊക്കിയതുപോലെ തന്നെ നമ്മളെ താഴ്ത്തിയിടും. ഹല്ലേലൂയ. പക്ഷേ ഒരിക്കലും കൈവിടാത്തവനും ഒരിക്കലും വിട്ടുകളയാത്തവനും ഹല്ലേലൂയ ഒരിക്കലും ലജ്ജിപ്പിക്കാത്ത ഉപേക്ഷിക്കാത്ത നല്ല കർത്താവിലേക്ക് നമ്മൾ നോക്കിയാൽ ഹല്ലേലൂയ നമ്മളെ ഓട്ടം തികയ്ക്കും. ഹല്ലേലൂയ നമ്മളെ വർദ്ധിപ്പിക്കും, നമ്മളെ രക്ഷപ്പെടുത്തും. സ്തോത്രം. നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമാക്കി തീർക്കും. ഹല്ലേലൂയ. എന്നിട്ട് അതിൻ്റെ ആ ഹെബ്രായർ 12 തുടങ്ങുന്നത് കർത്താവ് ഇങ്ങനെയാ വചനം പറയുന്നത്. വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, therefore since we are surrounded by such a huge crowd of witnesses to the life of faith. കേട്ടോ, നമ്മുടെ ചുറ്റിനും ഒരു വിശ്വാസ സമൂഹം നമ്മുടെ ചുറ്റിനുമുണ്ട്, നമ്മൾ കാണുന്നില്ല. പക്ഷേ നമ്മളെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് ഞാൻ പറയാം, പഴയ നിയമത്തിനകത്തെയും പുതിയ നിയമത്തിനകത്തെയും നമ്മുടെ ചുറ്റിനും നമ്മുടെ പ്രാർത്ഥനാ സമൂഹത്തിൻ്റെയും സകലരുടെയും നമ്മുടെ ചുറ്റിനുമുള്ള സകല ഒരു വിശ്വാസി സമൂഹമുണ്ട്. നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകൾക്കകത്തെ വിശ്വാസി സമൂഹം ചിലപ്പോൾ നമ്മളോടൊന്നും പറയുന്നുണ്ടാവില്ല. പക്ഷെ ഞാൻ പറയട്ടെ, ഒരു ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയുടെ നടുവിൽ ചെന്ന് നിൽക്കുമ്പോൾ ചങ്ങലകൾ ഓട്ടോമാറ്റിക്കായിട്ട് പൊട്ടും. എന്താണെന്ന് വെച്ചാൽ ഒരു വിശ്വാസി സമൂഹത്തിന് ചുറ്റിനുമാണ് നമ്മൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ചിലപ്പം ഞാൻ പ്രത്യേകമായി രക്ഷിക്കപ്പെടാത്തവരോടും അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിഞ്ഞവരൊക്കെ രക്ഷിക്കപ്പെട്ടു, ഓക്കെ, സ്നാനപ്പെടാത്തവരും അല്ലെങ്കിൽ ഇതുവരെയായിട്ടും ആത്മാഭിഷേകം കിട്ടാത്തവരും ഒക്കെ ഞാൻ പറയട്ടെ, ഒരു വിശ്വാസി സമൂഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിങ്ങൾ ആരാധനയുടെ നടുവിലൊന്ന് നിന്ന് ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞൊന്ന് നിന്നാൽ മതി, ചങ്ങലകൾ പൊട്ടും. എന്നുവെച്ചാൽ ചുറ്റിനും നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്, അവർ വിശ്വാസത്തിൽ വീരന്മാരാ. ഹല്ലേലൂയ. ഇന്ന് നമ്മളെ പ്രോത്സാഹിപ്പിച്ച് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനായിട്ട് സ്വർഗത്തിൽ ഇന്ന് നിപ്പുണ്ട്. ഹല്ലേലൂയ. ഇന്ന് കർത്താവിൻ്റെ ദൂതന്മാർ മാത്രമല്ല, ഹല്ലേലൂയ, നമ്മുടെ ചുറ്റിനും ഒരു വീരന്മാരുടെ പട്ടിക നിപ്പുണ്ട്. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ വിശ്വാസം അബ്രഹാം കാത്തതും, ഹല്ലേലൂയ, മോശയും അങ്ങനെ. അതാ ഹെബ്രായരുടെ 11 കുറേ വിശ്വാസികളെ കുറിച്ച് പറയുന്നുണ്ട്. ഗിദിയോനെ കുറിച്ചും മോശയെക്കുറിച്ചും ബറാക്കിനെ കുറിച്ചും ദാവീദും ശമൂവേലും ജോസഫും വിശ്വാസത്തിലെ വീരന്മാരെ ഡെബോറയെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് പറയുന്നത്, ഇതുകൊണ്ട് നമ്മുടെ ചുറ്റിനും എത്ര ഒരു വലിയ സാക്ഷ്യ സമൂഹം നിൽക്കുന്നു. അവർക്കിതെല്ലാം സാധിക്കുമെങ്കിൽ നമുക്കും സാധിക്കാം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഭാര്യമാർ ചിലപ്പം ഭർത്താക്കന്മാരുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയും കർത്താവെ അവരൊന്ന് വിശ്വാസത്തിൽ വരണേ, നഷ്ടപ്പെട്ടു പോവല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടാവും. അവിടെ തിരുവചനത്തിനകത്ത് ഹെബ്രായർ 11 നോക്കിക്കഴിഞ്ഞാൽ അവിടെ പറയുന്നു, ഹല്ലേലൂയ, ചില ഭാര്യമാർ അവരുടെ പ്രിയപ്പെട്ടവരെ മരണത്തിൽ നിന്ന് പിടിച്ചെടുത്തു. സ്തോത്രം. എന്താ? വിശ്വാസത്താൽ പിടിച്ചെടുത്തു. ഹല്ലേലൂയ. അവരെക്കുറിച്ച് ചിലവരെക്കുറിച്ച് പറയുന്ന അവർ വിഷം
കുടിച്ചിട്ടും അവർ മരിച്ചുപോയില്ല. സ്തോത്രം. അവർ തീക്കകത്ത് വീണിട്ടും അവർ വെന്തുപോയില്ല. അവർ ശത്രുവിൻ്റെ മുമ്പിൽ, അവരുടെ ശത്രുവിൻ്റെ തീയമ്പിൻ്റെ മുമ്പിൽ നിന്നിട്ടും അവർ മരിച്ചു പോയില്ല. സ്തോത്രം. എന്നാ വിശ്വാസമാ. ഹല്ലിയ. കർത്താവ് അന്ന് അങ്ങനെ ചെയ്തെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നോക്കിയാൽ മതി. ഇന്നലെ വരെ നമ്മളെ വഴി നടത്തിയ കർത്താവിന് എത്ര അത്ഭുതകരമായി നമ്മളെ ഇനിയും വഴി നടത്താൻ സാധിക്കും. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ഒരു ടീച്ചറിന് വേണ്ടി പ്രാർത്ഥിച്ച്, അവരുടെ ഹസ്ബൻഡിന് ജോലിയില്ലായിരുന്നു, പ്രാർത്ഥിച്ച് ആ വ്യക്തിക്ക് ജോലിയിൽ കയറി. പക്ഷേ ഈ കഴിഞ്ഞ നാളുകളിൽ വർക്ക് പ്രഷർ കണ്ടമാനം കൂടിയപ്പം ആ മനുഷ്യൻ കഴിഞ്ഞ മാസം അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്ന് റിസിഗ്നേഷൻ എടുത്തിട്ട് ഇപ്പം ജോലിക്ക് അന്വേഷിക്കുക. പക്ഷേ ജോലിക്ക് അന്വേഷിച്ചിട്ടൊന്നും ജോലി കിട്ടുന്നില്ല. ഒന്ന് പ്രായം, രണ്ട് ഇവിടുത്തെ അങ്ങനത്തെ ജോബ് മാർക്കറ്റ് അങ്ങനെയാണ്. എത്ര ആപ്ലിക്കേഷൻ ഇട്ടാലും ആരും തിരിഞ്ഞു നോക്കത്തില്ല. എവിടെയെങ്കിലുമൊക്കെ കർത്താവ് കനിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ റെക്കമെൻഡേഷനൊക്കെ ഉണ്ടെങ്കിൽ ചിലവർ കുറേ നാൾ നിന്നിട്ടാണ് ജോലി കിട്ടുന്നത്. പക്ഷേ എന്നോട് ആ ടീച്ചർ വന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, രജനി, അന്ന് വലിയ പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയപ്പോൾ അതിനകത്ത് ദൈവം ഒരു വിടുതൽ അയച്ചു, അതിനകത്തൊരു മറുപടി വന്നു, അതിനകത്തുനിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ട് ഞങ്ങൾ ഇത്ര വരെയും എത്തി. അതുകൊണ്ട് ഇപ്പം ഈ കടന്നു പോകുന്നതിനകത്ത് ഭയമൊന്നുമില്ല, പ്രതീക്ഷയുണ്ട്, ധൈര്യമുണ്ട്. എന്നുവെച്ചാൽ അന്ന് കർത്താവ് അത്ഭുതം ചെയ്തപ്പം ഇന്ന് അതിലും വലിയ അത്ഭുതം ചെയ്യാൻ പറ്റും ദൈവത്തിന് എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്നിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞു. ഹല്ലിയ. ഞാൻ പറയട്ടെ, ഇത്രയും നാളും വഴി നടത്തി നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, ഒന്ന് അയ്യോ പൊത്തോ എന്ന് പറയുമ്പം ഒന്ന് തിരിഞ്ഞു നോക്കണം. എന്നിട്ട് കർത്താവിനോട് ചോദിക്കണം, കർത്താവേ, നീ എന്നെ ഇന്നലെ വരെയും ഇത്ര അത്ഭുതകരമായിട്ട് നടത്തിയില്ലേ, എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇതിനപ്പുറത്തൂടെ ഇനിയും നടത്താൻ മതിയായവനാ. ഹല്ലിയ. വിളിച്ചു പറയണം, എൻ്റെ ചുറ്റിനും ഒരു സാക്ഷി സമൂഹം കിടപ്പുണ്ട്. അവർ കടഭാരത്തിനെ തോപ്പിച്ചവരും മരണത്തിനെ തോപ്പിച്ചവരും രോഗത്തിനെ തോപ്പിച്ചതും ഈ ലോകത്തുള്ള സകല കഷ്ടതയും തോപ്പിച്ചവരാ എൻ്റെ ചുറ്റിനും നിൽക്കുന്നത്. ആ സാക്ഷി സമൂഹത്തിനകത്ത് എന്നെ നയിക്കുവാൻ കർത്താവുണ്ട്. വചനം കർത്താവിനെ കുറിച്ച് പറയുന്നു. ഹല്ലിയ. യേശു കർത്താവ് എന്ത് ചെയ്തു? യേശു കാൽവരി ക്രൂശിൽ എങ്ങനെയാ? ബിക്കോസ് ഓഫ് ദ ജോയ് അവൈറ്റിംഗ് ഹിം ഹി എൻഡ്യൂർഡ് ദ ക്രോസ് ഡിസ്റിഗാർഡിങ് ഇറ്റ്സ് ഷെയിം. കണ്ടോ? ഹെബ്രായർ 12:2 ആ വാക്യം അങ്ങനെ പറയുന്നത് എന്താണ്? ക്രൂശിൻ്റെ അപ്പുറത്തൊരു സന്തോഷം യേശുവിനെ കാത്തിരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് യേശു എന്ത് ചെയ്തു? ക്രൂശിൻ്റെ നാണക്കേടിനെയും ലജ്ജയും കണക്കിട്ടില്ല. ഹല്ലിയ. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന വിഷയത്തിനകത്ത് ആ വിഷയത്തിനെ നോക്കിയിട്ട് പറയണം, നീ നിസ്സാരമാ വിഷയമേ, നീ ഒന്നുമില്ല. ഹല്ലിയ. എൻ്റെ യേശുവിൻ്റെ വലുപ്പം നോക്കുമ്പം നീ ഒന്നുമില്ല. ഞാൻ ഇത്രയും നാളും അനുഭവിച്ച സന്തോഷം, എൻ്റെ ഏത് പ്രതിസന്ധിക്കകത്തും കർത്താവിനെ പുറത്തു കൊണ്ടുവന്നത് ഓർക്കുമ്പോൾ നീ ഒന്നുമില്ല, സാരമില്ല. ഹല്ലിയ. വിളിച്ചു പറയണം, എൻ്റെ ചുറ്റിനും എനിക്ക് കാണാം ഒരു സാക്ഷി സമൂഹം എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത്. അല്ലേ? ഓട്ടം ഓടുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഓടുമ്പം, ഹല്ലേലൂയ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പിള്ളേരൊക്കെ ഓടുമ്പോൾ അവർ ആ ഓട്ടത്തിൻ്റെ അറ്റം തീരാറാവുമ്പോഴത്തേക്ക് അവരുടെ വേഗത ചിലപ്പം കുറയും. പക്ഷേ ചുറ്റിനും നിൽക്കുന്നവരെന്ത് ചെയ്യും? ചുറ്റിനും നിൽക്കുന്നവരെ കൈയടിക്കും, പ്രോത്സാഹിപ്പിക്കും. എന്നിട്ട് പറയും, ദാ അങ്ങോട്ട് തീർക്കാൻ ഇച്ചിരിയും കൂടെയുള്ളൂ, അങ്ങോട്ട് തീർത്തേ എന്ന് പറഞ്ഞ് ഓടിപ്പിക്കും. അതിലും രസമാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കാനിരിക്കുമ്പം. ഇപ്പോഴും ഞാൻ ചെയ്യാറുണ്ട്. അവർ കഴിക്കാനിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു വായേ കാണത്തുള്ളൂ, 2 വായും കൂടെ കാണത്തുള്ളൂ. ആ തീരാറാകുമ്പോൾ അവർ പറയും, അമ്മ വേണ്ട, വയറ് നിറഞ്ഞു. പക്ഷെ അവരെ എത്ര അധികം നമ്മളൊക്കെ പ്രോത്സാഹിപ്പിക്കും അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളൊരു ഇച്ചിരിയും കൂടെ അല്ലേ ഉള്ളൂ, വേണ്ട ഒരു തുള്ളി, അങ്ങനെ പറഞ്ഞ് അത് മൊത്തം അവരെ കൊണ്ട് കഴിപ്പിക്കും. ഹല്ലേലൂയ. ഇന്ന് നമ്മളോടും കർത്താവ് പ്രോത്സാഹിപ്പിക്കുക. ഇത്രയും ഓടിയില്ലേ? ഹല്ലേലൂയ. ജീവിതത്തിനകത്ത് പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുന്നുണ്ടോ? സാരമില്ലെന്നേ. പ്രതിസന്ധിയെ നോക്കാതെ, വിഷയത്തിനെ നോക്കാതെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും വിശ്വാസത്തിൻ്റെ പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവിനെ നോക്ക്. എന്നിട്ട് ആ വിഷയത്തിനോട് പറ, വിഷയമേ, നീ നിസ്സാരമാ, നിന്നെക്കാട്ടിലും വലിയൊരു കർത്താവ് എൻ്റെ മുൻപിലുണ്ട്. ഹല്ലിയ. ഞാൻ എൻ്റെ കണ്ണ് കർത്താവിലേക്ക് നോക്കും. ആ സങ്കീർത്തനമൊക്കെ വായിക്കുമ്പം ഞാൻ പർവ്വതങ്ങളിലേക്ക് നോക്കുന്നു, എൻ്റെ രക്ഷ എവിടുന്ന് വരും എന്ന് വായിക്കുന്നതിന് പകരം വായിക്കണം, ഞാൻ കർത്താവിലേക്ക് നോക്കുന്നു, എൻ്റെ രക്ഷ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് വരും. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് ആ രക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്, കർത്താവ് ആ നന്മ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഓരോരുത്തരും കൈ നീട്ടി ആ രക്ഷയൊന്ന്
അനുഭവിച്ചാൽ മതി, ആ നന്മയൊന്ന് അനുഭവിച്ചാൽ മതി. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് കർത്താവിൻ്റെ ആ വചനം 2-ാം വാക്യം പറയുന്നു, Hebrews 12 verse number 2, now he is seated in the place of honor beside God's throne. യേശു കർത്താവ് പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് സ്വർഗത്തിലിരിക്കുക. ഞാൻ പറയട്ടെ, എന്തിനായിരിക്കുന്നതെന്ന്? നമുക്ക് നന്മ മേടിച്ചു തരാൻ. ഹല്ലേലൂയ. ഒരു എന്താ റെക്കമെൻഡ് ചെയ്യാൻ അല്ലേ? ജോലിയിലൊക്കെ പല ആൾക്കാർക്കും ജോലി കിട്ടുന്നത് മറ്റുള്ളവരുടെയൊക്കെ റെക്കമെൻഡേഷൻ കാരണം. അവരെ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ വേറെ ആർക്കും റെക്കമെൻഡേഷനും ചെയ്യത്തില്ല. അപ്പം അവർ കയറുന്നത് എങ്ങനെയാണ്? ആരുടെങ്കിലെയൊക്കെ ചെവി കടിച്ച് പറിച്ച് റെക്കമെൻഡേഷൻ കിട്ടിയിട്ടായിരിക്കും എവിടെയെങ്കിലുമൊക്കെ പോസ്റ്റിലൊക്കെ കയറുന്നത്. സ്തോത്രം. പക്ഷേ ദൈവരാജ്യത്തിനകത്തോ ഞാൻ പറയാം, കർത്താവ് എന്തിനാണെന്നറിയോ? പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നത് നമ്മളെ റെക്കമെൻഡ് ചെയ്യാനാ. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറയണം, എന്നെ റെക്കമെൻഡ് ചെയ്യാനാ, എൻ്റെ കാര്യങ്ങൾ നടത്തി തരാനാ, പിതാവിനോട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് വേണ്ട നന്മ വാങ്ങിച്ചു തരാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ഇന്ന് വിശ്വാസം നമ്മളിൽ കൊണ്ടിട്ട് തന്ന കർത്താവിന് ആ വിശ്വാസം വർദ്ധിപ്പിക്കാൻ അറിയാം. ഹല്ലേലൂയ. നമ്മളെ രക്ഷയ്ക്കകത്തേക്ക് വിളിച്ച കർത്താവിന് നമ്മളെ എല്ലാ കാര്യത്തിനകത്തും രക്ഷപ്പെടുത്താൻ അറിയാം. സ്തോത്രം. വീണു പോകത്തില്ല എന്ന് വിളിച്ചു പറഞ്ഞേ, ഞാൻ വീണു പോകത്തില്ല, ഞാൻ തീർന്നു പോകത്തില്ല, ഞാൻ നശിച്ചു പോകത്തില്ല, ഞാൻ എല്ലായിടത്തും ഇപ്പോഴും എനിക്ക് ക്രിസ്തുവേശു മുഖാന്തരം എനിക്ക് ജയമുണ്ട്, എനിക്ക് പൂർണ്ണ ജയമുണ്ട്. ജയാളിയുടെ മേലെ ഞാൻ ദൃഷ്ടി വച്ചിരിക്കുന്നത്, ജയാളിയുടെ പിന്നാലെയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്, എനിക്കും ജയം ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ ഒരു വാക്യം, അവിടെ ഒരു വേർഡ് അവിടെ പറയുന്നു, 4-ാം വാക്യം 12:4 ഇങ്ങനെ പറയുന്നു, Hebrews 12 verse number 4, after all you have not yet given your lives in your struggle against sin. നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. എങ്കിലും പറഞ്ഞേ, പാപത്തോടെ പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം നമ്മളാരും നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്തിയില്ല. എന്തിനാ? പാപത്തിനെ തോപ്പിക്കാൻ. യേശു അതും ചെയ്തു. ഹല്ലേലൂയ. അതിലും വലിയ എന്തെങ്കിലും സംഭവമുണ്ടോ? ഇല്ല. അപ്പം നമ്മളൊക്കെ എത്ര രക്ഷപ്പെട്ടവരാ. ചെറിയ വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതിനെ നോക്കി ഏങ്ങലടിച്ച് കരഞ്ഞും നിരാശപ്പെട്ടും അയ്യോ എന്തുവായി തീരും എന്നൊന്നും പറയല്ലേ. നോക്കണ്ടവനെ നോക്കണം. ഹല്ലേലൂയ. കർത്താവിനെ നോക്കണം. ഹല്ലേലൂയ. എന്നിട്ട് വിളിച്ചു പറയണം, വിഷയമേ നീ നിസ്സാരമാ, എൻ്റെ യേശു ഇതിനപ്പുറം കണ്ടതാ, ഞാൻ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിയിരിക്കുന്നത്, എനിക്ക് എൻ്റെ വിഷയത്തിൻ്റെ മേൽ എനിക്ക് ജയമുണ്ട്. വിഷയത്തിനോട് പറയണം, ഞാൻ ജയിച്ചു നിൽക്കുക. നല്ലത് കാണണം, നല്ലത് വിളിച്ചു പറയണം. ജീവിതത്തിനകത്ത് നന്മ കണ്ടുകൊണ്ടേയിരിക്കണം. നന്മ കണ്ടിട്ട് ആ നന്മ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം. വിഷയങ്ങൾ വിളിച്ചു പറയാൻ നിൽക്കല്ല്, നന്മ വിളിച്ചു പറയണം, വിശ്വാസം വിളിച്ചു പറയണം. ഹല്ലേലൂയ. ഉയർച്ച വിളിച്ചു പറയണം. ഹല്ലേലൂയ. ആശ്വാസം വിളിച്ചു പറയണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വലിയ പ്രതിസന്ധിയുടെ നടുവിലൊക്കെ നിന്ന് എൻ്റെ രക്ഷ എവിടുന്നു എന്ന് വരും എന്നൊക്കെ ചോദിച്ച് നിൽക്കുന്നവർക്ക് ഇന്ന് കർത്താവെ വലിയ രക്ഷയുടെ നായകനും പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കുവാൻ പഠിപ്പിക്കണം കർത്താവെ. ഹല്ലേലൂയ. വിഷയങ്ങൾ എത്ര ഉണ്ടെങ്കിലും അതിനെ ഒന്നും ശ്രദ്ധിക്കാതെ യേശുവിനെ മാത്രം നോക്കി സന്തോഷത്തോടെ, ആ സന്തോഷം, ക്രിസ്തുവിൻ്റെ സന്തോഷം ആർക്കും കട്ടെടുക്കാൻ പറ്റാതെ വണ്ണം സന്തോഷത്തോടെ മുന്നേറുവാൻ കർത്താവ് സഹായിക്കണം. ബലപ്പെടുത്തുന്നു. പ്രത്യേകമായി വലിയ വിഷയങ്ങളുടെ നടുവിലൊക്കെ നിൽക്കുന്ന ജോലി സ്ഥലത്തും ഒക്കെ വിഷയങ്ങളുടെ നടുവിൽ അതൊക്കെ നിസ്സാരമായി എണ്ണി കർത്താവിനെ നോക്കി സന്തോഷത്തിൽ നേരിടുവാൻ കർത്താവ് സഹായിക്കണം. ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.